വാർത്തകൾ തുടരുന്നു. കുറവിലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിൽ വാഹനാപകടം. ബസ്സിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക്. ബുധനാഴ്ച 2:30 ഉണ്ടായ അപകടത്തിൽ ഞീഴൂർ സ്വദേശിക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 കുറവിലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിലാണ് വാഹന അപകടമുണ്ടായത്. കാൽനട യാത്രക്കാരനായ ഞീഴൂർ കുടുംബള്ളിയിൽ ഉദയനാണ് പരിക്കേറ്റത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില. കുറവിലങ്ങാട് പള്ളിക്കവലയിലെ മിനി ബസ് ടെർമിനലിൽ വാഹന പാർക്കിംഗ് നിരോധന മേഖലയിൽ. പള്ളിക്കവലയിലെ മിനി ബസ് ടെർമിനലിൽ വാഹന പാർക്കിംഗ് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന് പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് യാത്രക്കാരും നൂറുകണക്കിന് വാഹനങ്ങളും എത്തിച്ചേരുന്ന പള്ളിക്കവലയിലെ മിനി ബസ് ടെർമിനലിൽ അനധികൃത പാർക്കിംഗ് നിരോധിച്ചതായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം ഒപ്പോടുകൂടി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ നിരോധിത മേഖലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ബോർഡിന് സമീപത്തു പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിയമത്തിന് പുല്ലുവില കൽപ്പിക്കുകയാണ്. യാത്രക്കാർക്ക് കയറിയിരിക്കുന്നതിനുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പോലും ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സ്ഥലത്തും മർത്തമറിയം ഫൊറാന പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റിന് സമീപ സ്ഥലത്തും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ഇവിടെ എത്തുന്ന ബസ്സുകളടക്കം ഉള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. യാത്രക്കാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഞീഴൂരിൽ പനി വ്യാപകമാകുന്നു. ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ ചികിത്സ തേടി. കശാപ്പിനെത്തിച്ച പോത്ത് വിരണ്ടോടി. ഗതാഗതത്തിനേറി MC റോഡിൽ പരിഭ്രാന്തി വരുത്തിയ പോത്ത് ബൈക്ക് കുത്തിമറിച്ചു. കുറവിലങ്ങാട്ടെ കശാപ്പുശാലയിൽ നിന്നും വിരണ്ടോടിയ പോത്ത് MC റോഡിലൂടെ കടന്ന് സ്വകാര്യ വ്യക്തിയുടെ തടിയറപ്പ് മില്ലിലൂടെ ബൈപ്പാസ് റോഡിലേക്ക് ഓടുകയായിരുന്നു. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് സൗജന്യ പച്ചക്കറി വിത്ത് വിതരണം. വ്യാഴാഴ്ച മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ അധ്യക്ഷത വഹിക്കും. കോഴ ചൈതന്യ ട്രസ്റ്റ് ആശുപത്രിയിൽ സൗജന്യ പ്രമേഹ പരിശോധന നടത്തി കൊടുക്കുന്നു. 12 വരെ തീയതികളിൽ ആർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആശുപത്രിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് രോഗികൾക്കുള്ള ഈ സൗജന്യ സേവനം. ഇനി കാലാവസ്ഥ. മീനച്ചിൽ, വൈക്കം താലൂക്കുകളിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. അങ്ങിങ്ങായി നേരിയ മഴ ലഭിച്ചു. വ്യാഴാഴ്ച നേരിയ മഴയ്ക്ക് സാധ്യത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണക്കനാട് ഗവൺമെന്റ് സ്കൂളിന് സമീപം പാടശേഖരത്തിൽ വീണ്ടും കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചു. സ്കൂൾ വാഹന പരിശോധന കർശനമാക്കി. മോട്ടോർ വാഹന ഗതാഗത വകുപ്പ് രംഗത്ത്. കുറവിലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി അമല സെബാസ്റ്റ്യൻ സംസ്ഥാന സയൻസ് സെമിനാർ മത്സരത്തിലേക്ക്. മുലയൂട്ടലിന്റെ ആവശ്യകതയും മഹത്വവും വിളിച്ചോതി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ICDS നേതൃത്വത്തിൽ പ്രത്യേക പരിപാടി. കാണക്കാരി പഞ്ചായത്തിൽ ഭരണപക്ഷത്തിന്റെ വീഴ്ച മറച്ചുവെക്കാൻ പ്രതിപക്ഷത്തിന്റെ ആരോപണം ഉന്നയിക്കുന്നെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.